ഗുഡ് ഈവനിങ് ഡേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് ഉള്ള നമ്മളെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ചാനൽ ന്യൂസ് കാണും മുമ്പ് എല്ലാ ട്രേഡേഴ്സ് സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒരുപാട് ആൾക്കാർ ന്യൂസ് കാണാതെ സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ എല്ലാ ആൾക്കാരും കാത്തിരുന്ന 25,000 എന്ന് പറയുന്ന റേഞ്ചിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈ ഒരു റേഞ്ചിന് മുകളിൽ ഇൻട്രാഡേ ഹൈ പോയിരുന്നു, എന്നാൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നില്ല. ഇപ്പോൾ മാർക്കറ്റ് 3 വീക്ക് ഹൈയിലാണുള്ളത്. അതും 25,000 മുകളിൽ ക്ലോസ് നടത്തി നിൽക്കുന്ന മാർക്കറ്റാണ് നമുക്ക് ഉള്ളത്. 124 പോയിൻറ്റ് സെൻസെക്സും നിഫ്റ്റി ഒരു 32 പോയിൻറ്റ് ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് നടത്തി. സെൻസെക്സിൻ്റെ സ്പോട്ട് 81,541 എന്ന റേഞ്ചിലാണ്. നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ്, അദാനി എൻ്റർപ്രൈസസ്, NTPC, ആക്സിസ് ബാങ്ക്, പവർ ഗ്രിഡാണ് 2.52 മുതൽ 1.3 വരെ പോസിറ്റീവിൽ ട്രേഡ് തുടരുന്നത്. ബജാജ് ഓട്ടോ, ഇൻഫോസിസ്, വിപ്രോ, SBI ലൈഫ്, ടൈറ്റാൻ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഒരു സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടല്ല, ഒരു 3 ദിവസമായിട്ട് നിഫ്റ്റീനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് IT സെക്ടറായിരുന്നു. ഇന്ന് IT സെക്ടറിൽ ചെറിയ തോതിലുള്ളൊരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഓറോബിൻ്റെ ഫാർമ, അവർ പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ച ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് 6% ഒരു റാലി. കൂടാതെ റുപ്പീസും ഡിപ്രീസിയേറ്റ് ചെയ്ത് 88.44 ആണ് US ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ളത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എസ്പെഷ്യലി BSE എല്ലാം തന്നെ സ്റ്റിൽ ഇന്നും ഒരു 5% ഒരു ഫോള്. ഈ വീക്കിലി എക്സ്പയറീസ് അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയറീസ് അങ്ങനെ അതെല്ലാം തന്നെ റിമൂവ് ആക്കുമെന്നുള്ള പല ന്യൂസുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളത് കൊണ്ടാണ് BSE ഇപ്പോൾ 2 ദിവസങ്ങളായിട്ടെല്ലാം തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നത്. ഇനിയിപ്പോൾ ഇന്ന് US ഇൻഫ്ലേഷൻ ഡേറ്റ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാൻ ഡേറ്റ എടുത്തിട്ടില്ല, അതിന് മുമ്പാണ് ഞാൻ ന്യൂസ് ഇപ്പോൾ ചെയ്യുന്നത്. നാളെ നമ്മൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ. അപ്പോൾ യുഎസിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ എനിക്ക് തോന്നുന്നു ഒരു 2.3% സ്പൈക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ കണ്ടത്. ഒരു ഇൻഡെപ്തായിട്ട് പോയിട്ടില്ല, അതുകൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറയാത്തത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് രാവിലെ പ്രീ മാർക്കറ്റിലൊക്കെ ചെക്ക് ചെയ്യാം. എനിവേ നാളെ വൈകിട്ട് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്, അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കി വരുമ്പോൾ ഏറ്റവും താഴെ കാണാൻ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, ഫ്രാൻസ്, UK മാർക്കറ്റുകൾ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് അറൗണ്ട് 3% ഫോളോ ചെയ്ത് 10.23. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ജപ്പാൻ പോസിറ്റീവായിരുന്നു, കൊറിയ പോസിറ്റീവായിരുന്നു, ചൈന പോസിറ്റീവായിരുന്നു. ഓസ്ട്രേലിയ 25 പോയിൻറ്റ് ഇടിവ് രേഖപ്പെടുത്തി. ഗോൾഡ് $12 പെർ ഔൺസിന് ഇടിഞ്ഞ് 3628. ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെ സ്പൈക്ക്. ഗോൾഡ് ഇടിഞ്ഞതായിട്ടൊന്നും കണക്കാക്കണ്ട കേട്ടോ. ഗോൾഡ് ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, കളക്ട് ചെയ്ത വാർത്തകൾ മാത്രമാണ്. അതിനു മുമ്പായിട്ട് വരുന്ന ഞായറാഴ്ചയാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും കമ്മോഡിറ്റിയുടെയും ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. കുറഞ്ഞ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് വരാം, കൊച്ചി ഓഫീസിൽ ഒരുമിച്ച് ഇരുന്ന് പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഇന്ത്യ കമ്പനി അവർ റീന്യൂവബിൾ എനർജി ബിസിനസ് ചെയ്യാനായിട്ട് രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഡോക്ടർ റെഡ്ഡി കമ്പനി ഒരു ജപ്പാനീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ടും ജോൺസൺ ആയിട്ടൊക്കെ ഏകദേശം ഒരു 50 മില്യൻ്റെ എല്ലാം തന്നെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. JSW എനർജി കമ്പനി ഇവർ ബ്രൗൺഫീൽഡ് റെയിൽ എന്ന് പറഞ്ഞൊരു കമ്പനീനെ 57 കോടി രൂപ കൊടുത്ത് അക്യൂർ ചെയ്തു. ആപ്ടെക് കമ്പനിക്ക് 2 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഓയിൽ ഇന്ത്യ കമ്പനി അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അത് വിടാം. ജുപ്പിറ്റർ വാഗൺ കമ്പനി 113 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി ബ്ലിങ്കിറ്റ് എന്ന് പറയുന്ന ഒരു ഡെലിവറി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ കൊച്ചിയിലൊക്കെ വളരെയധികം ഫേമസ് ആണ്. അപ്പോൾ അവരായിട്ടൊരു പുതിയ ബിസിനസ് കൊമേഴ്സ് ബിസിനസ് സൈൻ ചെയ്തു. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ടാറ്റ ക്യാപിറ്റലിൽ ഏകദേശം 2 ബില്യൻ്റെ IPO എല്ലാം തന്നെ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. എറ്റേണൽ കമ്പനി ഡൽഹിയിലും ബാംഗ്ലൂരിലായിട്ട് 10 മിനിറ്റിൻ്റെ ഫാസ്റ്റ് ഡെലിവറി കമ്പനി ലോഞ്ച് ചെയ്തു. NBCC കമ്പനി റിക്കോ ആയിട്ട് 37 ബില്യൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇൻഫോസിസ് കമ്പനി ഹനീസ് ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട്
AI ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. ജെബി മോട്ടോ കമ്പനി ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് $100 മില്യൺ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിച്ചു. അപ്പോളോ മൈക്രോസിസ്റ്റം കമ്പനി ഡൈനാമിക് എഞ്ചിനീയറിംഗ് ആയിട്ടൊരു പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. TCS കമ്പനി ചിപ്സെറ്റ് ബേസ്ഡ് സിസ്റ്റം എഞ്ചിനീയറിംഗ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു. MTAR ടെക് കമ്പനി ന്യൂക്ലിയർ ഡിവിഷൻ്റെ ലേക്ക് ഇവർക്കൊരു പുതിയ ഓർഡർ ലഭിച്ചു. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനിക്ക് 3rd ജനറേഷൻ എൻജിൻ US നിന്ന് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. സ്പൈസ് ജെറ്റ് കമ്പനി $89 മില്യൺ ക്യാഷ് സെറ്റിൽമെൻറ്റ് കാലറീസ് സെറ്റിൽമെൻറ്റ് വഴി കമ്പനിക്ക് ലഭിച്ചു. കൽപ്പാത്തൂർ പ്രൊജക്റ്റ് കമ്പനിക്ക് 2270 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അദാനി പവറിന് 800 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു പുതിയ ഓർഡർ ലഭിച്ചതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ പ്രധാന ഇവൻ്റ് ഇതാണ്. ഇന്ന് US ഇൻഫ്ലേഷനും നാളെ ഇന്ത്യയുടെ ഇൻഫ്ലേഷനൊക്കെയാണ് ഈ പ്രധാന ഇവൻ്റ്. ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഇത്തരം ഇവൻറ്റുകളെല്ലാം തന്നെ മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക. ഇനി പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേപ്പാളിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ നിരോധിച്ചതാണ്. ഇപ്പോൾ മാർക്കറ്റായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ കൂടിയും ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൂടുതൽ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ ഈ നേപ്പാളിൽ നിരോധനം ഏർപ്പെടുത്തി. ഇതിൻ്റെ ഒരു പുറകിലുള്ള ഒരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ US സംബന്ധിച്ച് ചൈനയായിട്ട് ചങ്ങാത്തം കൂടുന്ന എല്ലാ രാജ്യങ്ങളിലും മേൽ അവർ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. അത് US കരുതിക്കൂട്ടി ചെയ്ത കാര്യമല്ല. ഈ നേപ്പാളിൽ ആക്ച്വലി നിലനിൽക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാറി മാറി വരുന്ന ഗവൺമെൻറ് കഴിഞ്ഞ 10-12 വർഷത്തിനിടെ ഏകദേശം ഒരു 10ഓളം പ്രൈം മിനിസ്റ്റർ തന്നെ മാറിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് അവിടെ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അപ്പോൾ അതിനിടയിലാണ് അവർ ഈ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ബാൻ ചെയ്ത കൂട്ടത്തിൽ ഇവർ ഈ ചൈനീസ് ആപ്പായിട്ടുള്ള ടിക്ടോക്ക് ബാൻ ചെയ്തില്ല. എന്നാൽ മറ്റുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ബാൻ ചെയ്തു. കാരണം ഈ ഒരു പ്രക്ഷോഭങ്ങൾക്ക് തൊട്ട് മുമ്പെയാണ് ഈ നേപ്പാൾ പ്രസിഡൻറ്റും ഈ ചൈന പ്രസിഡൻറ്റും തമ്മിലൊക്കെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായത്. അപ്പോൾ ചൈന നേപ്പാളിൽ വലിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ചങ്ങാത്തം പോവുകയാണ്. അത് ഒരു പക്ഷേ US അത് ചൊടിപ്പിച്ചിരിക്കാം. ഇതിൻ്റെ അർത്ഥം US ആണ് നേപ്പാളിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് കാരണം എന്ന് മീൻ ചെയ്തിട്ടില്ല. പക്ഷേ US സംബന്ധിച്ച് ഈ ചൈനയായിട്ട് ചങ്ങാത്തം കൂടുന്ന രാജ്യങ്ങൾ US ഒരു മമത വെച്ച് പുലർത്താനായിട്ട് അവർ തയ്യാറല്ല. അപ്പോൾ അതും നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടു അല്ലേ? ബംഗ്ലാദേശിൽ പല പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. ശ്രീലങ്കയിലും കണ്ടു പല പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചൈന ഒരേ സമയം ശ്രീലങ്ക, ബംഗ്ലാദേശ്, കൂടാതെ തന്നെ നേപ്പാൾ, ഈ രാജ്യങ്ങളെല്ലായിട്ടും അതിർത്തി രാജ്യങ്ങളെല്ലായിട്ടും അവരെ സംബന്ധിച്ച് ആഫ്രിക്കയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അയക്കണം. ഒരു ട്രേഡ് കോറിഡോറുകളെല്ലാം തന്നെ ചെയ്യാനായിട്ട് ഈ രാജ്യങ്ങളായിട്ടുള്ള ചങ്ങാത്തം ആവശ്യമാണ്. അപ്പോൾ ചൈന വലിയൊരു ശക്തിയായിട്ട് വരുന്നത് US തലവേദനയാണ്. അപ്പോൾ അത്തരത്തിലും നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാമെന്നുള്ളതാണ്. എനിവേ ഈ ഇക്വിറ്റി മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം. അതനുസരിച്ച് പല തീരുമാനങ്ങളും എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.